Good morning, dear students. Today we are going to discuss the topic rights and duties of pledger and pledgee. In the last class, we have discussed about what is pledge, who are the parties involved in pledge, and what are the features of pledge. Today, we are going to discuss what are the rights of pledger. We know pledger is a person who delivers the goods, movable goods to the pledgee for obtaining a loan. So, what are the rights available to pledger? First one, right to receive loan or debt. നമുക്കറിയാം ഒരു പ്ലെഡ്ജർ അയാൾ പ്ലെഡ്ജിക്ക് എമൗണ്ട് ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സോ കൊടുക്കുന്നത് അയാൾക്ക് എമൗണ്ട് ലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൈറ്റ് അവൈലബിൾ ടു ഹിം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ളതാണ്. ഇയാൾ കൊടുക്കുന്ന ഗുഡ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെഡ്ജി കറക്റ്റായിട്ട് സേഫായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി ഓഫ് പ്ലെഡ്ജ് ഗുഡ്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് റൈറ്റാണ്. അതേപോലെ മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു റിസീവ് ബാക്ക് ദി ഗുഡ്സ് ആണ്. ഞാൻ ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്താണ് ആ എമൗണ്ട് റീപേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പ്ലെഡ്ജി ഹാസ് ടു റിട്ടേൺ ദി ഗുഡ്സ് ടു ദി പ്ലെഡ്ജർ. സോ പ്ലെഡ്ജർ ഒരു റൈറ്റാണ് കൊടുത്ത ഗുഡ്സ് തിരികെ കിട്ടുക എന്നുള്ളത്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഗെറ്റ് അഡീഷൻ ഓർ ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. കൊടുത്ത ഗുഡ്സിന് ഉൾപ്പരം എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു പശുവിനെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കുട്ടിയോ കാര്യങ്ങളോ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി പ്ലെഡ്ജർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു റെഡീം ദി ഗുഡ്സ് ബിഫോർ സെയിൽ എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്റാണ്. കാരണം നമുക്കറിയാം പ്ലെഡ്ജിൻ്റെ കേസിൽ പ്ലെഡ്ജി ക്യാൻ സെൽ ദി ഗുഡ്സ് ബൈ ഗിവിങ് നോട്ടീസ്. എന്ത് ചെയ്യാൻ പറ്റും? പ്ലെഡ്ജർ പൈസ അടിച്ചിട്ടില്ലെങ്കിൽ പ്ലെഡ്ജിക്ക് ആ ഗുഡ്സ് വിൽക്കാൻ പറ്റും. അതിന് മുന്നേ എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. അപ്പോൾ പ്ലെഡ്ജർക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ നോട്ടീസ് കിട്ടിയ ഉടനെ ആ എമൗണ്ട് തിരിച്ചടിച്ചിട്ട് ആ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ദീസ് ആർ ദി റൈറ്റ്സ് അവൈലബിൾ ടു പ്ലെഡ്ജർ. Right to receive loans, right to safety, right to receive back the goods, right to get additions, right to redeem the goods before sale. Next we can discuss about rights of pledgee. ഗുഡ്സ് കിട്ടുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് റൈറ്റ് ടു റിസീവ് ദി സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഗുഡ്സ് എന്നുള്ളതാണ്. ആ ഗുഡ്സ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് ആ തിരിച്ച് ഗുഡ്സ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, ഓർ സെക്യൂരിറ്റി കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലീൻ എന്നുള്ളതാണ്. ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അത് കൈവശപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഇവിടെ റീറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് ആ കസ്റ്റമർ ലോൺ അടക്കുന്നത് വരെ ആ ഗുഡ്സ് ബാങ്കിൻ്റെ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് റൈറ്റ് ഓഫ് ലീൻ. സ്വന്തം കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു സെയിലാണ്. ഇൻ കേസ് പ്ലെഡ്ജർ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ പ്ലെഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഹി ഹാസ് ടു ഗിവ് നോട്ടീസ് ടു ദി പ്ലെഡ്ജർ. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഗെറ്റ് റീപേയ്മെൻറ്റ്. കൊടുത്ത ലോണ് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് റൈറ്റ് ടു ഗെറ്റ് റീപേയ്മെൻറ്റ്. അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ക്ലെയിം എക്സ്പെൻഡിച്ചറാണ്. ദാറ്റ് മീൻസ് ഈ എമൗണ്ട് റിക്കവർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ പ്ലെഡ്ജിക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടി പ്ലെഡ്ജർ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാങ്ക് ലോൺ റിക്കവർ നടത്തുന്ന സമയത്ത് ബാങ്കിന് എന്തെങ്കിലും എക്സ്പെൻസ് ആയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കൂടി ബാങ്ക് ലോൺ എടുത്ത ആളടുത്ത് നിന്ന് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. സോ can claim expenditure from pledger. So these are the rights available to pledgee: right to receive the security, right to lien, right to sale, right to get repayment of loan, and right to claim expenditure. Next we can discuss about duties of pledger. Mainly there are 3 duties has to be performed by pledger. First one, duty to deliver the goods. ലോൺ എടുക്കുന്ന സമയത്ത് ഗുഡ്സ് ഡെലിവറി നടത്തണം ടു ദി പ്ലെഡ്ജി. അതാണ് അയാളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലെഡ്ജിക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ കൂടി പ്ലെഡ്ജിക്ക് കൊടുക്കണം. അതേപോലെ കറക്റ്റ് ടൈമിൽ അതിൻ്റെ ലോണ് റീപേയ്മെൻറ്റ് നടത്തണം എന്നുള്ളതും പ്ലെഡ്ജർ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ടു മേക്ക് റീപേയ്മെൻറ്റ്. സോ ദീസ് ആർ ദി 3 important duties of pledger: duty to deliver the goods, duty to pay the expenditure, and duty to make repayment.
നെക്സ്റ്റ് വി കാൻ ഡിസ്കസ് അബൌട്ട് ഡ്യൂട്ടീസ് ഓഫ് പ്ലഡ്ജി. പ്ലഡ്ജി കിട്ടുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? പ്ലഡ്ജറുടെ റൈറ്റ് ആയിരിക്കും പ്ലഡ്ജിൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഇത് വരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പ്ലഡ്ജറുടെ റൈറ്റ് പറഞ്ഞിരുന്നു, റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ളത്. അതാണ് ഇവിടെ പ്ലഡ്ജിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. കിട്ടുന്ന ഗുഡ്സ് കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു ഗിവ് ലോണ് ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലോണ് കൊടുക്കുക എന്ന് പറയുന്നത് പ്ലഡ്ജിൻ്റെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു റിട്ടേൺ ദി ഗുഡ്സ് ആഫ്റ്റർ റീപേയ്മെൻറ്റ്. പ്ലഡ്ജർ ലോണ് റീപേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പ്ലഡ്ജി ഹാസ് ടു റിട്ടേൺ ദി ഗുഡ്സ്. അതേപോലെ ഗുഡ്സ് മാത്രമല്ല, അതിൽ നിന്ന് എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? പ്ലഡ്ജർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതാണ് ഡ്യൂട്ടി ടു റിട്ടേൺ അഡീഷൻസ് ഓഫ് ദി ഗുഡ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഗിവ് നോട്ടീസ് ബിഫോർ സെയിൽ എന്നുള്ളതാണ്. ഡ്യൂട്ടി ടു ഗിവ് നോട്ടീസ് ബിഫോർ സെയിൽ. സെയിൽ നടത്തുന്നതിന് മുന്നേ പ്ലഡ്ജർക്ക് എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുത്തിരിക്കണം. സോ ദീസ് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് പ്ലഡ്ജി. ഗുഡ്സ് കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം, കറക്റ്റ് ലോണ് കൊടുക്കുക, ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അതേപോലെ വിൽക്കുന്നതിന് മുന്നേ നോട്ടീസ് കൊടുക്കുക. സോ ദീസ് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് പ്ലഡ്ജി. നെക്സ്റ്റ് വി കാൻ ഡിസ്കസ് ദി ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്. ബെയിൽമെൻറ്റ് എന്താണെന്നുള്ളതും പ്ലഡ്ജ് എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു. ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാൾക്ക് ഗുഡ്സ് കൊടുക്കുന്നതാണ്. പക്ഷേ പ്ലഡ്ജ് എന്ന് പറയുന്നത് ഗുഡ്സ് കൊടുക്കുന്നതാണ്, ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. പക്ഷേ അവിടെ പർപ്പസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒബ്റ്റൈനിങ് ലോൺ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസാണ് ബെയിൽമെൻ്റ് ഉള്ളത്, ബെയിലർ ആൻഡ് ബെയിലി. നേരെ മറിച്ച് പ്ലഡ്ജിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് പാർട്ടീസാണ്, പ്ലഡ്ജർ ആൻഡ് പ്ലഡ്ജി. പിന്നെ ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പർപ്പസിന് കൊടുക്കും. പക്ഷേ പ്ലഡ്ജ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് പർപ്പസാണ്. ആ പർപ്പസ് എന്ന് പറയുന്നത് ഒബ്റ്റൈനിങ് ലോൺ എന്നുള്ളതാണ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ബെയിലി ക്യാൻ യൂസ് ദി ഗുഡ്സ്. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജി കനോട്ട് യൂസ് ദി ഗുഡ്സ്. അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് നോ റൈറ്റ് ഓഫ് സെയിൽ ടു ദി ബെയിലി. ബെയിലിക്ക് ഒരിക്കലും ആ ഗുഡ്സ് വിൽക്കാൻ പറ്റില്ല. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജി ക്യാൻ സെൽ ദി ഗുഡ്സ് ഇഫ് എനി ഡിഫോൾട്ട്സ് മെയ്ഡ് ബൈ പ്ലഡ്ജർ. പ്ലഡ്ജർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പ്ലഡ്ജി ക്യാൻ സെൽ ദി ഗുഡ്സ്. പിന്നെ ബെയിൽമെൻറ്റിൻ്റെ കേസിൽ കൺസിഡറേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ. കാരണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അതിനെന്ത് ആവശ്യമില്ല? കൺസിഡറേഷൻ ആവശ്യമില്ല. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ കൺസിഡറേഷൻ മസ്റ്റാണ്. ആറാമത്തെ കേസ് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റിൻ്റെ കേസിൽ ബെയിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോൾ വേണമെങ്കിലും ഗുഡ്സ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ പ്ലഡ്ജർക്ക് ഒരിക്കലും ഗുഡ്സ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദീസ് ആർ ദി ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്. അപ്പോൾ ഇവിടെ റൈറ്റ്സും ഡ്യൂട്ടീസുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ റൈറ്റ്സ് ഓഫ് പ്ലഡ്ജർ ഈസ് ഈക്വൽ ടു ഡ്യൂട്ടീസ് ഓഫ് പ്ലഡ്ജി. റൈറ്റ്സ് ഓഫ് പ്ലഡ്ജി ഈസ് ഈക്വൽ ടു ഡ്യൂട്ടീസ് ഓഫ് പ്ലഡ്ജർ. നമ്മളന്ന് ബെയിൽമെൻറ്റിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെ നിങ്ങൾക്കിവിടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ പഠിച്ചാൽ മതി. പിന്നെ അതേപോലെ ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, പക്ഷേ അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അധികം ചോദിക്കുന്ന ഒരു പാർട്ടാണ് ബെയിൽമെൻറ്റും പ്ലഡ്ജും. സോ കറക്റ്റ് ഈ തന്ന വീഡിയോ കേൾക്കുക, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. Anyway, thank you for watching this video. Have a nice day.